ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ 44-ാമത്തെ ദശകത്തിലേക്ക് കടക്കുകയാണ്. 44-ാമത്തെ ദശകം ഭഗവാന്റെ നാമകരണ മഹോത്സവമാണ്. നമുക്കറിയാം, നമുക്ക് 16 കർമ്മങ്ങൾ, ഷോഡശ കർമ്മങ്ങൾ എന്ന് അറിയപ്പെടുന്ന 16 കർമ്മങ്ങൾ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം നമുക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളവയാണ്. ഒരു മനുഷ്യൻ്റെ ഗർഭധാരണം മുതൽക്ക് മരണം വരെയുള്ള ജീവിതഘട്ടങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായിട്ടും സംസ്കരിക്കുന്നതിനായിട്ടുമൊക്കെ ആയിട്ട് വിഭാവനം ചെയ്തിരിക്കുന്നതാണ് ഈ 16 ചടങ്ങുകൾ. ഇതിൽ ഈ 16 കർമ്മങ്ങൾ അഥവാ ഷോഡശ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തേത് ഗർഭാധാനം, പുംസവനം, സീമന്തോന്നയനം, ജാതകർമ്മം, നാമകരണം, നിഷ്ക്രമണം, അന്നപ്രാശനം, ചൂടാകർമ്മം, കർണവേദം, വിദ്യാരംഭം, ഉപനയനം, വേദാരംഭം, കേശാന്തം, വിവാഹം, സന്യാസം, അന്ത്യേഷ്ടി. ഇങ്ങനെയാണ് ആ 16 കർമ്മങ്ങൾ വരുന്നത്. ഇതിൽ ഗർഭാധാനം എന്ന് പറയുന്നത് നല്ലൊരു സന്താനത്തെ ലഭിക്കുന്നതിനായിട്ട് ദമ്പതികൾ നടത്തുന്ന ആദ്യഘട്ട ചടങ്ങാണത്. പുംസവനം എന്ന് പറയുന്നത് ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിനായിട്ട് ഗർഭകാലത്ത് ആദ്യത്തെ ഒരു 4, പ്രത്യേകിച്ചും 2 മുതൽ 4 മാസങ്ങൾക്കുള്ളിൽ നടത്തുന്ന കർമ്മമാണ് പുംസവനം. സീമന്തോന്നയനം എന്ന് പറയുന്നത് ഗർഭിണിയുടെ മനസ്സിൻ്റെ സന്തോഷത്തിനായിക്കൊണ്ട് കുഞ്ഞിൻ്റെ, നമുക്കറിയാം അമ്മയുടെ മാനസികമായ ഒരു ആരോഗ്യം കുഞ്ഞിൻ്റെ മാനസികമായ വളർച്ചയും ബാധിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെയും അമ്മയുടെയും മാനസികമായ സന്തോഷത്തിനും ഒക്കെയായി ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. പിന്നെ അടുത്തതാണ് ജാതകർമ്മം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ജാതകം കുറിക്കുന്നത് തുടങ്ങിയ കർമ്മങ്ങളൊക്കെയാണ് ജാതകർമ്മം എന്ന് പറയുന്നത്. 5ാമത്തേതാണ് നാമകരണം. ഇന്ന് നമ്മൾ കാണുന്നത് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ നാമകരണ മഹോത്സവത്തിലേക്കുള്ള ഒരു യാത്ര. അതെങ്ങനെ നടന്നു, ആരാണത് ചെയ്തത്, ആർക്കാണ് ഭഗവാന് നാമം ഇടുവാനുള്ള ഒരു മഹാഭാഗ്യം സിദ്ധിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കഥകളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. ഇത് സാധാരണ ഈ നാമകരണം 11ാമത്തെ ദിവസമാണ് ഹിന്ദു ആചാരപ്രകാരം നടത്തേണ്ടത്. പിന്നെ അടുത്തതാണ് നിഷ്ക്രമണം എന്ന് പറയുന്നത്. അതായത് കുഞ്ഞിനെ ആദ്യമായിട്ട് വീടിന് പുറത്തേക്കിറക്കി ഈ ലോകമൊക്കെ കാണിക്കുന്ന ഒരു ചടങ്ങ്. അതിനുശേഷം അന്നപ്രാശനം, അതായത് നമ്മൾ പറയില്ലേ ചോറ് കൊടുക്കുന്ന ചടങ്ങ്. ആദ്യമായിട്ടൊരു സോളിഡ് ഫുഡ് അഥവാ ഒരു ഖരഭക്ഷണം കുഞ്ഞിന് കൊടുക്കുന്ന ചടങ്ങാണത്. പിന്നെ അടുത്തത് ചൂടാകർമ്മം, അതായത് കുഞ്ഞിൻ്റെ ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ മുടി മുറിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ അടുത്തത് കർണവേദം, കാതുകുത്ത് ചടങ്ങാണ്. അതിനുശേഷം വിദ്യാരംഭം, ആദ്യമായിട്ട് അറിവിൻ്റെ ലോകത്തിലേക്ക് പിച്ചവെച്ച് നടന്നു കയറുന്ന ആ കുഞ്ഞ് സ്വന്തം കൈയാൽ ആദ്യാക്ഷരം കുറിക്കുന്ന ദിവസം. അതിനുശേഷം ഉപനയനമാണ്, പൂണൂലൊക്കെ അണിഞ്ഞ് വിദ്യാഭ്യസിക്കുന്നതിനായിട്ട് യോഗ്യത നേടുന്ന, അതായത് വേദവിദ്യാഭ്യാസത്തിനുള്ള ഒരു യോഗ്യത നേടുന്ന ചടങ്ങാണ്. അതിനുശേഷം പിന്നെ വേദാരംഭം, അതായത് വേദപഠനം. അതിനുശേഷം കേശാന്തം അഥവാ സമാവർത്തനം. ഗുരുഗൃഹത്തിലെ, നമുക്കറിയാം പണ്ട് ഗുരുകുലത്തിലായിരുന്നു വിദ്യാഭ്യാസമൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ ആ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരികെ എത്തുന്ന ചടങ്ങാണത്. അതിനുശേഷമാണ് വിവാഹം വരുന്നത്. പഠനമെല്ലാം പൂർത്തിയാക്കി, അതായത് ശാരീരികവും മാനസികവുമായിട്ടുള്ള പക്വത നേടിയതിന് ശേഷം അടുത്ത ആശ്രമത്തിലേക്ക്, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്നതിനൊരു പക്വത നേടിയതിന് ശേഷം ആ ആശ്രമത്തിലേക്ക് കടക്കുന്ന ചടങ്ങാണ് വിവാഹം. പിന്നെ അടുത്തത് സന്യാസം. പണ്ടുകാലത്തെ ജീവിതത്തിൻ്റെയൊക്കെ അവസാന ഘട്ടത്തിൽ സന്യാസം സ്വീകരിക്കുക, എല്ലാം ഉപേക്ഷിച്ച് മനസ്സിൽ നിന്നും എല്ലാത്തിനും വിടുതൽ കൊടുത്തിട്ട് ഭഗവത് വിചാരത്തോടു കൂടി മാത്രം കഴിയുന്ന ഒരു ആശ്രമമാണത്, ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണത്. അതിനുശേഷമാണ് അന്ത്യേഷ്ടി എന്ന് പറയുന്നത്, അതായത് മരണത്തിന് ശേഷമുള്ള അന്തിമമായ സംസ്കാര ചടങ്ങുകൾ. ഇങ്ങനെയാണ് ഈ 16 കർമ്മങ്ങൾ പോകുന്നത്. ഇതിൽ 5ാമത്തേതാണ് നാമകരണം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആ കൃഷ്ണനുണ്ണിയുടെ നാമകരണ മഹോത്സവ ചടങ്ങിലേക്കാണ് കടക്കുന്നത്. നമുക്ക് ഈ ഒരു ദശകം ആദ്യം അതിൻ്റെ ട്യൂൺ പറയാം. ഇത് ഒരു പുതിയ ട്യൂണാണ്. നമ്മൾ കുട്ടി സാന്ദ്ര അല്ലെങ്കിൽ ഷോർട്ട് സാന്ദ്ര എന്നൊക്കെ പറയുന്ന ട്യൂണാണിത്. ഇതിൻ്റെ വൃത്തം ഗീതിയാണ്.
നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാതത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. ഗൂഢം അതീവ രഹസ്യമായിട്ട് വസുദേവഗിര വസുദേവരുടെ വാക്കുകളെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാക്കുകളനുസരിച്ച് കർത്തും നടത്തുന്നതിനായിട്ട് തേ അങ്ങയുടെ നിഷ്ക്രിയസ്യ അങ്ങ് നിഷ്ക്രിയനായിട്ടുള്ളവനാണ്, അഥവാ കർമ്മബന്ധങ്ങളില്ലാത്തവനാണ്, കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുവാൻ കഴിയാത്തവനാണ് അവിടുന്ന്. അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് അതീതനായിട്ടുള്ള അങ്ങയുടെ ഈ ഒരു കർമ്മം നടത്തുന്നതിനായിട്ട് സംസ്കാരാൻ ഈ ഒരു നാമകരണ സംസ്കാരം നടത്തുന്നതിനായിട്ട് വസുദേവരുടെ വാക്കുകളെ മാനിച്ചുകൊണ്ട് അതീവ രഹസ്യമായിട്ട് ഹൃദ്ഗത ഹോരാതത്വോ, ഹോരാതത്വം എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രമാണ്. ഹൃദ്ഗത എന്ന് പറഞ്ഞാൽ നന്നായി ഹൃദയസ്ഥമായ അഥവാ ജ്യോതിശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള ഗർഗമുനി സ്ത്വദ്ഗൃഹം, ഗർഗമുനിഹി ത്വദ്ഗൃഹം, ഗർഗമുനി അങ്ങനെ ജ്യോതിശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള ഗർഗമഹർഷി ത്വദ്ഗൃഹം അങ്ങയുടെ ഗൃഹത്തിലേക്ക്, അങ്ങയുടെ വീട്ടിലേക്ക്. ഇവിടെ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഒരു വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അതേ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റേതല്ലാത്തതായിട്ട് ഇവിടെ ഒരിടം പോലുമില്ല. എന്നിരുന്നാലും പറയുകയാണ് അവിടുത്തെ ഗൃഹത്തിൽ എന്ന് പറഞ്ഞാൽ ആ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് വിഭോ ഗതവാൻ, വിഭോ അല്ലയോ സർവശക്തനായിട്ടുള്ള ഭഗവാനെ ഗതവാൻ എത്തിച്ചേർന്നു. അപ്പോൾ ആ ഗർഗമഹർഷി ഇവിടെ വന്നത് യാദൃശ്ചികമായിട്ട് നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് എത്തിയതല്ല, വസുദേവർ പറഞ്ഞിട്ടാണ്, അതീവ രഹസ്യമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നതും എന്ന് പറഞ്ഞു. കാരണം വസുദേവരുടെ കുലാചാര്യനാണ് ഗർഗമഹർഷി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗർഗമഹർഷി ഇവിടെ വരുന്നതിന് കാരണം, അല്ലെങ്കിൽ വസുദേവർ അങ്ങനെ പറഞ്ഞു വിടുന്നതിന് കാരണം, വസുദേവർക്കറിയാം തൻ്റെ 2 ഉണ്ണികൾ ഈ നന്ദഗോപരുടെ വീട്ടിലുണ്ട്. ജ്യേഷ്ഠനുണ്ണിയും അനുജനുണ്ണിയും ഇവിടെയാണുള്ളത്. അപ്പോൾ അവരുടെ നാമകരണത്തിനുള്ള സമയമായിരിക്കുന്നു. ആ സമയത്ത് ആ സംസ്കാരത്തെ കാലം തെറ്റാതെ നടത്തണം. നന്ദഗോപർക്കിവിടെ തൻ്റെ ഉണ്ണിയായിട്ടാണ് കൃഷ്ണനുണ്ണി ഇവിടെ വളരുന്നത്. എന്നിരുന്നാലും അതിൻ്റെ യഥാർത്ഥ പിതാവായിട്ടുള്ള വസുദേവർക്കറിയാം കാലമായിരിക്കുന്നു, സമയമായിരിക്കുന്നു ഉണ്ണിയുടെ പേരിടിയിൽ ചടങ്ങ് നടത്തുന്നതിനായിട്ട്. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് ഗർഗമഹർഷിയെ ഈ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് പറഞ്ഞു വിട്ടു, ഇവിടെ എത്തിച്ചേർന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാതത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹൃദ്ഗതഹോരാതത്വോ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ ഗർഗമുനിസ്ത്വദ്ഗൃഹം, അവിടെ ഗർഗമുനിഹി ത്വദ്ഗൃഹമാണ്, പദം പിരിക്കേണ്ട, സാ ജോയിൻ ചെയ്യാൻ വന്നതാണ്. വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 2ാമത്തെ ശ്ലോകം. നന്ദോഥ നന്ദിതാത്മാ വൃന്ദിഷ്ഠം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ ത്വൽസംസ്കാരാൻ വിധാതുമുത്സുകധീ. നന്ദോഥ, നന്ദഹ അഥ 2 വാക്കുകളാണ് അവിടെ. നന്ദഹ എന്ന് പറഞ്ഞാൽ നന്ദഗോപര്, അഥ അതിനുശേഷം അനന്തരം നന്ദിതാത്മാ, നന്ദിത വളരെ ആനന്ദിതനായിട്ട് സന്തോഷഹൃദയത്തോടു കൂടിയവനായിട്ട്, വൃന്ദിഷ്ഠം അഭിവന്ദ്യനായിട്ടുള്ള അതിശ്രേഷ്ഠനായിട്ടുള്ള, മാനയന്നമും യമിനാം, യമിനാം മുനിമാരിൽ വച്ച് ഏറ്റവും അതിശ്രേഷ്ഠനായിട്ടുള്ള ആ ഗർഗമഹർഷിയെ മാനയൻ അമും, മാനയൻ വളരെ ബഹുമാനപുരസ്സരം തന്നെ, അമും എന്നാൽ ഈ ഒരു ഗർഗമഹർഷിയെ വളരെ ബഹുമാനപുരസ്സരം തന്നെ അദ്ദേഹം അർഹിക്കുന്നതായിട്ടുള്ള എല്ലാ ഉപചാരങ്ങളും പൂജാവിധികളും നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു. അർഘ്യപാദ്യാദികൾ നൽകി സ്വീകരിച്ചു, വിധി അനുസരിച്ച് തന്നെ സ്വീകരിച്ചിരുത്തി. അതിനുശേഷം മന്ദസ്മിതാർദ്രമൂചേ, മന്ദസ്മിതാർദ്രം ഊചേ, മന്ദസ്മിതത്തോടുകൂടി വളരെ ആർദ്രമായിട്ട് വളരെ
പതുങ്ങിയ ശബ്ദത്തിൽ, മന്ദസ്മിതം എന്ന് പറഞ്ഞാൽ ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടി ഊജേ അപേക്ഷിച്ചു, പറഞ്ഞു. ത്വൽ സംസ്കാരാൻ, അങ്ങയുടെ ഈ സംസ്കാരത്തെ, നാമകരണ സംസ്കാരത്തെ, വിധാതും ഉത്സുകധീഹി, വിധാതും ഉത്സുകധീഹ്, ഇങ്ങനെ 2 വാക്കുകളാണ്. വിധാതും എന്ന് പറഞ്ഞാൽ ഈ ഒരു ചടങ്ങ് നടത്തുന്നതിനായിക്കൊണ്ട് അങ്ങയോട്, ഉത്സുകധീഹി, എങ്ങനെയാണ് നന്ദഗോപര് വളരെയേറെ ഔത്സുക്യത്തോടു കൂടി, അഥവാ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകുവാൻ അത്യധികം ഉത്സാഹത്തോടു കൂടി ഇരിക്കുകയാണ്. തനിക്ക് ഏറെ കാലങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു ഉണ്ണിയാണ്. ആ ഉണ്ണിയുടെ നാമകരണ ചടങ്ങിനായിക്കൊണ്ട് അദ്ദേഹം വളരെ സ്വപ്നങ്ങൾ കണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് വസുദേവർ പറഞ്ഞു വിട്ടതും ഇതേ കർമ്മത്തിന് വേണ്ടി തന്നെ. ഇവിടെ വന്നപ്പോൾ നന്ദഗോപർ ആവശ്യപ്പെടുന്നതും അതേ കർമ്മം തന്നെ. നോക്കൂ, നമ്മൾ പറയില്ലേ, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല്. നന്ദഗോപർക്കറിയില്ല വസുദേവർ പറഞ്ഞു വിട്ടിട്ടാണ് ഗർഗമഹർഷി ഇവിടെ വരുന്നതെന്നും ഇതിനായിട്ടാണ് വരുന്നതെന്നും നന്ദഗോപർക്കറിയില്ല. പക്ഷെ നന്ദഗോപർ തൻ്റെ ആ ഒരു ആഗ്രഹത്തെ അവിടെ ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള, അതാണ് പറഞ്ഞ മുനിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗർഗമഹർഷി തന്നെ തൻ്റെ ഉണ്ണിക്ക് ഈ ഒരു നാമകരണ ചടങ്ങ് നടത്തിയാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ വരും. സജ്ജനങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിൻ്റെയും ഫലവും വളരെ സത്ഫലമായി തന്നെ വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗർഗമഹർഷിയെ കൊണ്ട് ഇത് ഇങ്ങനെ ഒരു കർമ്മം നടത്തിച്ചാൽ തൻ്റെ ഉണ്ണിക്ക് സദ്ഗതിയെ ഉണ്ടാകൂ എന്ന് നന്ദഗോപർക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ നന്ദഗോപര് ഈ ഒരു ആവശ്യം ഗർഗമഹർഷിയോട് ഉന്നയിച്ചത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നന്ദോഥ നന്ദിതാത്മാ വൃന്ദേഷ്ഠം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ ത്വൽസംസ്കാരാൻ വിധാതുമുത്സുകധീ. നന്ദോഥ അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വിശ്ലേഷണമുണ്ട്, ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ മാനയന്നമും, ന കൂട്ടക്ഷരമാണ്, അകാരം കൊടുത്തും വായിക്കേണ്ടിയിരിക്കുന്നു, അമുമാണ്. അതുപോലെ മന്ദസ്മിതാർദ്രമൂചേ, അവിടെ അക്ഷരങ്ങൾ തെറ്റരുത്, മന്ദ ദായാണ്, സ്മിത ആർദ്ര തായും ദായും വരുന്നുണ്ട്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തെറ്റിപ്പോകരുത്. അവിടെയും മന്ദസ്മിതാർദ്രമൂചയാണ്, മായുടെ ഉകാരവും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വിധാതും ഉത്സുകധീഹി, വിധാതും ഉത്സുകധി, മായുടെ ഉകാരം ശ്രദ്ധിക്കുക. നോക്കൂ, ഇവിടെയും പറഞ്ഞത് മന്ദസ്മിതാർദ്രമൂച, ഇതൊരു സജ്ജനങ്ങളുടെ ഒരു ലക്ഷണമായി തന്നെ കണക്കാക്കാവുന്നതാണ്. അവരുടെ വാക്കുകളിലെ ആ ഒരു മിതത്വവും അതേപോലെ തന്നെ ആ ഒരു സോഫ്റ്റായിട്ടുള്ള, അഥവാ പറയുന്ന വാക്കുകൾ വളരെ ഒന്ന് മയമായിട്ട് പറയുക, അതുപോലെ ഒരു പുഞ്ചിരിയോടുകൂടി പറയുക. ഒരിക്കലും അവരുടെ ഇത് നാട്ടുരാജാവാണ് നന്ദഗോപര്, എന്നാൽ പോലും ആ ഒരു ഗർവ് കാണിക്കാതെ എപ്പോഴും വിനയാൻവിതനായി വാക്കുകൾ വളരെ പതിഞ്ഞ ഇതിൽ മുഖത്തെപ്പോഴും മങ്ങാത്ത ഒരു പുഞ്ചിരിയുമായി നിൽക്കുന്നത് സജ്ജനങ്ങളുടെ ലക്ഷണമാണ്.